എന്നെപ്പോലെ ഒരാൾക്ക് എത്രമാത്രം ഒരു പാർട്ടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അല്ലെ അതുപോലെ അതിസമ്പന്നനായിരിക്കണം. അപ്പോൾ സമ്പന്നനായ എനിക്കത് പറ്റാതെ എങ്കിലും ഞാനിങ്ങനെ നിന്നു, പിടിച്ചു നിന്ന് ഞാൻ പിടിച്ചു നിന്ന്. ആ നിൽക്കുന്ന സമയത്താണ് PV അൻവർ ഒരു ദിവസം എന്നെ അന്വേഷിച്ചു വരും. ഞാൻ PV അൻവറിനെ അന്വേഷിച്ച് പോയതല്ല. അദ്ദേഹം ഒരു ദിവസം വൈകിട്ട് വീട്ടിലേക്ക് വരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. വീട്ടിൽ വന്നതിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച് മുഴുവൻ പഠിച്ചില്ല, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലെല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്. നിങ്ങളെക്കുറിച്ച് എല്ലാ ആളുകളും, ഒരാൾ മാത്രം നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി എല്ലാവരൊക്കെ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ കലാകാലങ്ങളിൽ പൂഞ്ഞാർ സീറ്റ് കാണിച്ച് KM മാണിയും PJ ജോസഫും നിങ്ങളെ പറ്റിച്ചെന്ന് എനിക്കറിയാം. ഞാൻ പറ്റിക്കാൻ വന്നതല്ല. നിങ്ങൾ എന്നോടൊപ്പം വരണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ അല്ലെങ്കിൽ കോൺഗ്രസിലെ പല ഉന്നത നേതാക്കന്മാരും നിങ്ങളെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലീഡറെ അത് ആലോചിക്കണം, പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മാറ്റം ഞാൻ ആദ്യം ഒറ്റ മാറ്റം മാറിയിട്ടുള്ളൂ. ഞാൻ UDF നിന്ന് ആകെപ്പാടെ NDA മാറില്ല, കേരള കോൺഗ്രസിൽ നിന്ന് മാറിയിട്ടില്ല. മാണി ഗ്രൂപ്പിൽ നിന്ന് ഞാൻ മാറിയെന്ന് പറയാൻ പറ്റില്ല. മാണി ഗ്രൂപ്പ് LDF പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെ ആഴ്ച എനിക്ക് പാർട്ടി പറയാൻ എനിക്ക് താല്പര്യമില്ല, ദൈവത്തെ ഓർത്ത് എന്നെ പ്രതീക്ഷിക്കരുതെന്ന്. പക്ഷേ വിട്ടില്ല പള്ളി. അദ്ദേഹം വീണ്ടും കോട്ടയത്ത് വന്നു, എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഞാൻ ലീഡർഷിപ്പൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, സജി വരണം എന്ന് പറയുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കിയപ്പോൾ സുരേന്ദ്രൻ എന്നെ സഹായിക്കാൻ പറ്റത്തില്ല. പിന്നെ PC ജോർജും മകനും അവിടെ കത്തോലിക്കരുടെ മുഴുവൻ കൊട്ടേഷൻ എടുത്തെടുത്തുകൊണ്ട് BJP നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളെപ്പോലുള്ള എടുത്തുകൊണ്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ വെള്ളാപ്പള്ളി അവിടെ തുഷാറും അദ്ദേഹവും പറഞ്ഞു, ഞാൻ സജി എല്ലാം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല, ഞങ്ങളുടെ കാര്യം തന്നെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ കഴിഞ്ഞ് ഉരുണ്ട് നിൽക്കുക. ഞാൻ അതിനുശേഷം സുരേന്ദ്രനെ 3 വട്ടം കാണാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, വിളിച്ചു. അദ്ദേഹത്തിന് സമയമില്ല, കാണാൻ പറ്റില്ല. കണ്ട് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞ് കൈ കൊടുത്ത് പിരിയുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ചുള്ളൂ, പക്ഷെ കാണാൻ പറ്റിയില്ല. അതിനുശേഷം ഇപ്പോഴും ഞാനിവിടെ ഏതായാലും ഇവിടെ അന്ന് എൻ്റെ എതിരാളികൾ പറഞ്ഞത് BJP 3 കോടി രൂപയും ഇന്നോവ കാറും തന്നവനും, ഞാൻ 3000 രൂപയും അവരൊരു ഈ പറഞ്ഞ അരസൈക്കിൾ മാറ്റി തന്നാണെങ്കിൽ വാങ്ങിച്ചെങ്കിൽ ഒരുപക്ഷെ BJPക്കാരൻ്റെ വീടിൻ്റെ കല്ലെങ്കിലും എറിഞ്ഞേനെ. അപ്പം ഞാൻ ഒരുത്തിൻ്റെ ഒന്നും കൈപ്പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ സേവനങ്ങൾ ഒരു വർഷം BJP അല്ല മുന്നണിക്ക് അങ്ങ് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം അൻവർ വന്നു. അൻവറിനൊപ്പം ഞാൻ ഇറങ്ങി, ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങിയതാണ്. അത് പക്ഷേ ഒരു അൻവർ എന്ന് പറഞ്ഞ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ഒരു മഹാനായ അല്ലെങ്കിൽ ഒരു മാന്യനായ മനുഷ്യനെന്ന് എനിക്ക് പറയാൻ ഒക്കൂ. എൻ്റെ 2 നേതാക്കന്മാർ എന്നെ പൂഞ്ഞാർ സ്വീറ്റ് എന്ന് പറഞ്ഞ് എൻ്റെ സമയത്ത് സീറ്റ് തരാൻ പറ്റിയില്ല. പക്ഷേ ഈ മനുഷ്യൻ വന്ന് പറഞ്ഞത് അദ്ദേഹത്തിനൊരു സീറ്റ് ഉണ്ട്, മധ്യകേരളത്തിലൊരു സീറ്റ് കൂടി വാങ്ങിക്കും, ശരി എന്ന് പറഞ്ഞു വന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന സംഭവങ്ങൾ നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. UDFിൻ്റെ പ്രമുഖരായ നേതാക്കളെല്ലാം എന്നെ വിളിച്ചു, സജി എങ്ങനെയും സെറ്റിലാകണം. ഞാൻ പറഞ്ഞു, എന്തൊരു മര്യാദകളാണ് നിങ്ങൾ പറഞ്ഞ്. അദ്ദേഹത്തോട് അസോസിയേറ്റ് കക്ഷിയാക്കാമെന്ന് പറഞ്ഞത് ആക്കിയില്ല സമയത്ത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സീറ്റ് പോലും നിങ്ങൾ ഉറപ്പ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 3 സീറ്റ് മലബാറിൽ UDF തോറ്റു നിൽക്കുന്ന 3 സീറ്റ്, തിരുവാമ്പാടിയിൽ ഇപ്പോൾ 3 സീറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം അദ്ദേഹത്തിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പിക്കുക, പറഞ്ഞു ഡെഫിനിറ്റ് അദ്ദേഹത്തിന് ഞാൻ 3 സീറ്റിൽ ഏതും കൊടുക്കാം. UDF പ്രവേശനം ഞാൻ പറഞ്ഞു, അസോസിയേറ്റ് കക്ഷി എന്ന് പറഞ്ഞ് വഴി പോയിരിക്കാൻ പറ്റത്തില്ല. ഞാൻ UDF ജില്ലാ ചെയർമാൻ ആയിരുന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് UDFിനകത്ത് ഉന്നതാധികാര സമിതിയിൽ പ്രവേശനമുള്ള കക്ഷിയാണെങ്കിൽ ഓക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, മറ്റ് കക്ഷികൾക്ക് തരുന്ന പോലെയുള്ള പ്രാതിനിധ്യം KPCC പ്രസിഡന്റ് പറഞ്ഞു, മറ്റ് കക്ഷികൾക്ക് തരുന്ന ഉള്ള പ്രാതിനിധ്യം നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാവും, UDFിനകത്തുണ്ട്, എങ്ങനെയും അന്നൂറുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ 2-3 നേതാക്കന്മാരും എൻ്റെ അളിയനും ഉൾപ്പെടെ ഞാൻ ശ്രീ PV അൻവറെ പോയി കണ്ടു. അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് മാറ്റി നിർത്തി പറഞ്ഞു, ലീഡറെ ഒരു കാര്യം ചെയ്യേ, ഞാൻ അങ്ങയോട് പറയുന്നു, നമുക്ക് UDFിൽ കയറ്, അങ്ങേക്കൊരു സീറ്റ് കിട്ടട്ടെ, ആ സീറ്റുമായി കയറ്, എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് 2ാമത് സീറ്റ് കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ വേണ്ട, അങ്ങ് UDFിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ എന്തു പറഞ്ഞാണ് നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത്, അത് നടക്കാതെ എനിക്കിത് വേണ്ട. പിന്നെ ഒരു സീറ്റ്, ഇത് ഔദാര്യമല്ല, അതായത് അദ്ദേഹം ജയിച്ച സിറ്റിംഗ് സീറ്റ് അത് UDFിന് അല്ലെങ്കിൽ കോൺഗ്രസിന് വിട്ടുകൊടുത്തിട്ട് തിരിച്ച് അദ്ദേഹത്തിനൊരു സീറ്റ് കിട്ടുന്നത് ഔദാര്യമല്ല, അദ്ദേഹത്തിന്റെ അവകാശമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാ. 2ാമത് പുതിയൊരു കക്ഷി ഒരു മുന്നണിയിലേക്ക് വരുമ്പോൾ ഒരു സീറ്റ് കൊടുക്കാം എന്ന് പറയണ്ടേ, എനിക്കല്ല, ഒരു സീറ്റ് എന്തെങ്കിലും കക്ഷി കൊടുക്കാമെന്ന് പറയണ്ടേ. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു 3 സീറ്റ് 5 സീറ്റാണ് ചോദിക്കുന്നത്, ഒരു 3 സീറ്റെങ്കിലും കിട്ടണം എന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. അത് ഇവർ പറയാത്രത്തോളം, 2ാമത്തെ സീറ്റിനെ കുറിച്ച് പറയാത്രത്തോളം കാലം ഒരു മുന്നണി പ്രവേശനവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന ചങ്കുറപ്പോടുകൂടി ശ്രീ PV അൻവർ പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വീണ്ടും പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അങ്ങയുടെ ഒരു സീറ്റ് ഉറപ്പിച്ച് കയറുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിച്ചില്ല. അതിനുശേഷവും വീണ്ടും UDF നേതാക്കന്മാർ എല്ലാവരും, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ, ഞാൻ പേരൊന്നും പറയുന്നത്, നിരവധി നേതാക്കന്മാർ എന്നെ ബന്ധപ്പെട്ടു. എന്നോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും സമാധാനമായിട്ട് കയറുമെന്ന് പറഞ്ഞപ്പോഴും ശ്രീ PV അൻവർ അതിന് തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ന്യായമാണ്. അദ്ദേഹത്തിന്റെ സീറ്റ് അങ്ങ് കൊടുത്തിട്ട് ഒരു സീറ്റ് കൊടുക്കുകയല്ല, അദ്ദേഹത്തിന് ഒരു സീറ്റ് കൂടെ വേണം, അല്ലെ 2 സീറ്റ് കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പം അസോസിയേറ്റ് കക്ഷി ആക്കിയുമില്ല. അതിനുശേഷം എന്താ സംഭവിച്ചത്?
അദ്ദേഹം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അദ്ദേഹം പുറത്ത് നിൽക്കുന്നതാണ് പറഞ്ഞു. അതിന്റെ പേരിലാണ് പിന്നെ അദ്ദേഹം വലിയ സ്ഥാനാർത്ഥിയെ എനിക്കെതിരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അവസാനം മുന്നണിയിലേക്ക് കയറുന്നില്ല എന്ന് തീരുമാനിച്ചു. അവിടെ അദ്ദേഹം മത്സരിക്കുന്നു. ഇതിനിടയിൽ ഞാൻ പറയുന്നു, എനിക്ക് UDF എന്നെ നിൽക്കാൻ എന്നെ നിരവധി നേതാക്കന്മാർ ക്ഷണിച്ചു. നേതാക്കളെയൊക്കെ കാണാൻ പറഞ്ഞു. ഞാൻ വരില്ല. ഞാൻ പറഞ്ഞു PV അൻവറും ഒത്ത് വേണമെങ്കിൽ ചർച്ചയ്ക്ക് വരാം.